വിജയകുമാറിന്റെ അച്ഛൻ പറയുകയാണ്, നിന്റെയും നിന്റെ മക്കളുടെയും കാര്യങ്ങൾ ഞാനല്ലേ നോക്കിയിരുന്നത്. പിന്നെ വിജയന്റെ അമ്മയ്ക്ക് ബൈപ്പാസ് സർജറി ചെയ്യേണ്ടി വന്നപ്പോഴാണ് മൊത്തത്തിലൊന്ന് പരിങ്ങിപ്പോയത്. നല്ല ആലോചനയാണ് മോൾക്ക് വന്നിരിക്കുന്നത്, എങ്ങനെയെങ്കിലും നടത്തിയേ പറ്റൂ. ദീപമോൾക്കുണ്ടായ അപകടമൊക്കെ അറിഞ്ഞിട്ട് മോളെ വേണമെന്നാണ് ആ പയ്യൻ തറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. ദീപമോൾ എല്ലാം വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ തന്നെ. വിജയൻ സഹകരിക്കുന്നുണ്ടോന്ന് ചോദിക്കുമ്പോൾ ഭാഗ്യലക്ഷ്മി പറയുകയാണ്, പയ്യൻ പെണ്ണ് കാണാൻ വന്നപ്പോഴൊന്നും അങ്ങേരിവിടെ ഇല്ലായിരുന്നു. അവൻ ഉള്ളതുമില്ലാത്തതും നോക്കണ്ട. അവൻ സഹകരിച്ചില്ലെങ്കിലും മോളിത്തിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കടം വാങ്ങിച്ചിട്ടാണെങ്കിലും ഈ കല്യാണം നടത്തണം. എന്റെ കാര്യം അറിയാമല്ലോ, ഒരു ആത്മാർത്ഥ സുഹൃത്തിന് ജാമ്യം നിന്നതാണ്. അവൻ ആത്മഹത്യ ചെയ്തപ്പോൾ അവന്റെ ബാധ്യത മുഴുവൻ എന്റെ തലയിലായി. അതിന്റെ കൂടെ വിജയന്റെ അമ്മയുടെ ഓപ്പറേഷൻ കൂടി ആയപ്പോൾ കെട്ടുകണക്കിന് പ്രാരാബ്ധം കുമിഞ്ഞുകൂടി. എനിക്കറിയാമച്ച, അച്ഛൻ കൊച്ചുമോളുടെ കല്യാണം നടത്താനായി പണം കണ്ടെത്താനായി ഓടി നടക്കേണ്ട. ഞാനത് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചോളാം. ഇനിയൊരു തടസ്സവും കൂടാതെ ഈ ബന്ധമൊന്ന് നടന്നാൽ മതി. വിജയകുമാറിന്റെ അച്ഛൻ ചോദിക്കുകയാണ്, പയ്യന്റെ വീട്ടുകാരും മോളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടോ? ഭാഗ്യലക്ഷ്മി പറയുകയാണ്, പയ്യന്റെ വീട്ടുകാരൊന്നും വന്നിട്ടില്ല, പക്ഷെ പയ്യനെല്ലാം അറിയാം. ജയലാൽ എന്നാണ് പേര്. ചെറുപ്രായത്തിൽ തന്നെ സ്വന്തം പ്രയത്നത്തിലൂടെ അത്യാവശ്യം നല്ല സ്ഥിതിയിലെത്തിയ കൂട്ടത്തിലാണ്. പറഞ്ഞു കേട്ടിടത്തോളം നല്ല ഫാമിലിയാണ് അച്ഛാ. എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, ഒരാളുടെ കല്യാണം കഴിഞ്ഞു പോയാൽ പിന്നെ അത്രയും ആശ്വാസം ആകുമല്ലോ. കുട്ടികളൊക്കെ ഒരു നിലയിലെത്തിയിട്ട് നിനക്കൊന്ന് വിശ്രമിക്കണ്ടേ മോളെ? സങ്കടപ്പെട്ട് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, കൂടെയുള്ള ആള് ഇത്തിരിയൊന്ന് സഹായിച്ചിരുന്നെങ്കിൽ, വാക്കുകൊണ്ടെങ്കിലും ഒരു സങ്കടം വരുമ്പോൾ സമാധാനിപ്പിച്ചിരുന്നെങ്കിൽ വലിയ ആശ്വാസമായിരുന്നേനെ. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ആ സദാനന്ദന്റെ മോന്റെ കേസ് തോറ്റതോടെ ഇപ്പോൾ കോടതിയിൽ പോക്കൊന്നും ഇല്ല. ആ സമയം കൂടി ബാറിൽ ചിലവഴിക്കുകയാണ്. ഞങ്ങൾ 3 പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ. പക്ഷേ പുറത്തു പോയിട്ട് വരുന്ന കുടുംബനാഥന് മദ്യത്തിന്റെ മണമാണ്. ഇപ്പോൾ അത് കുട്ടികൾക്ക് പോലും തിരിച്ചറിയാം. അച്ഛൻ ചോദിക്കുകയാണ്, ദീപമോൾ അകത്തുണ്ടോ? ഉണ്ടച്ചാ. ഞാനൊന്ന് കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് അദ്ദേഹം. പിന്നീട് ദീപയുടെ അടുത്തേക്ക് എത്തുകയാണ് മുത്തശ്ശൻ. അപ്പുപ്പാന്ന് വിളിച്ച് ദീപ അടുത്തേക്ക് ഓടി വരുമ്പോൾ അദ്ദേഹം പറയുകയാണ്, കല്യാണാലോചന മുറുകിയെന്നറിഞ്ഞിട്ട് മോളെ കാണാൻ വന്നതാണ് അപ്പുപ്പൻ. കല്യാണം വേണ്ടാന്ന് കടുംപിടുത്തം പിടിച്ച ആള് ഇപ്പോൾ മാറിയോ? പെൺകുട്ടികൾക്ക് അച്ഛനമ്മമാരുടെ തണലിൽ ഒരു പ്രായം വരെ കഴിയാം. അത് കഴിഞ്ഞാൽ പിന്നീട് അതിലും വലിയൊരു തണൽ ആവശ്യമാണ്. അതധികം പെൺകുട്ടികൾക്കും കിട്ടാറില്ല. ഒരുമാതിരി അഡ്ജസ്റ്റ് ചെയ്താണ് എല്ലാ കുടുംബങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു തരത്തിലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത ചില കുടുംബങ്ങളും ഉണ്ട്. ചില അച്ഛനമ്മമാരും ഉണ്ട്. ഇവിടത്തെ പോലെ. മോളുടെ അമ്മ എല്ലാ അർത്ഥത്തിലും നല്ലൊരു കുടുംബിനിയാണ്. പക്ഷേ അതിനൊപ്പം എത്താൻ എന്റെ മോന് കഴിയാതെ പോയി എന്ന് വച്ചാൽ അച്ഛനുണ്ടെങ്കിലും അച്ഛന്റെ സ്ഥാനം ശൂന്യമാണെന്നർത്ഥം. പറഞ്ഞു കേട്ടിടത്തോളം മോൾക്ക് വന്നിരിക്കുന്ന ആൾ അത്തരത്തിലുള്ളവനാകാൻ സാധ്യതയില്ല. അങ്ങനെ ഒരാളുടെ കൂടെ കഴിയാൻ പറ്റുന്നത് തന്നെ മഹാഭാഗ്യമാണ്. ചിലപ്പോൾ ചില ദശാസന്ധി സമയത്ത് നമ്മൾ പോലും നനച്ചിരിക്കാതെ ചില ദുരിതങ്ങൾ നമ്മളെ തേടി വരും. അത് കഴിഞ്ഞാൽ അതുവരെയുള്ള നമ്മുടെ കണ്ണീരും ദുരിതങ്ങളും മറക്കാൻ പാകത്തിന് ഒരു ജീവിതമായിരിക്കും നമുക്ക് കിട്ടുക. സങ്കടപ്പെട്ട ദീപ പറയുകയാണ്, പുറത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റുന്നില്ല അപ്പൂപ്പ. നമുക്ക് പറ്റും മോളെ. നമുക്ക് തന്റേടവും ആത്മവിശ്വാസവും തരാൻ ഒരാളുണ്ടെങ്കിൽ അതിനൊക്കെ കഴിയും. മോളുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ മോളെക്കാളും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്നത് മോളുടെ അമ്മയായിരിക്കും. ഏതു നേരവും ഉള്ളിൽ തീയുമായി നടക്കുന്ന ഒരമ്മയാണ് ഭാഗ്യം. എത്ര ധൈര്യശാലികളായ അമ്മമാരായാലും ശരി, പെൺമക്കൾക്ക് തകർച്ചയുണ്ടായാൽ അവരതിനേക്കാൾ തകർന്നു പോകും. ആ നേരത്ത് അവർക്ക് നിങ്ങൾ മക്കളിൽ നിന്ന് ഒരാശ്വാസം കിട്ടുകയാണെങ്കിൽ അതൊരു സമാധാനമാണ് മോളെ. ഇനി ഒരിക്കലും എന്റെ കുട്ടിക്ക് കരയേണ്ടി വരില്ല. ഭീഷണി ഒരുപാടുണ്ട് അപ്പൂപ്പ. അമ്മയുടെ ജോലി കളഞ്ഞവർ അതുകൊണ്ടൊന്നും തൃപ്തിപ്പെടുമെന്ന് തോന്നുന്നില്ല. മുത്തശ്ശൻ പറയുകയാണ്, നമുക്ക് നമ്മുടെ ദൈവങ്ങളെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അതുണ്ടായാൽ പിന്നെ ബാക്കിയൊക്കെ ആ ശക്തി തന്നെ നോക്കിക്കോളും. മോൾ ഏതായാലും ഈ വിവാഹം നടക്കണേ എന്ന് സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുക. അത്രയും പറഞ്ഞ് കുറച്ച് പൈസ എടുത്ത് ദീപയ്ക്ക് കൊടുക്കുകയാണ്. ഇത് വച്ചോന്നും പറഞ്ഞു. വേണ്ട അപ്പൂപ്പാന്ന് ദീപ പറയുമ്പോൾ അതെന്താ അങ്ങനെയെന്ന് ചോദിക്കുകയാണ്. ഞാനിവിടെ വരുമ്പോഴൊക്കെ മോൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തന്നിട്ടല്ലേ പോകാറുള്ളൂ. വെച്ചോ മോളെ എന്ന് പറയുമ്പോൾ അത് വാങ്ങുകയാണ് ദീപ. അല്ല, അപ്പൂപ്പൻ ഇന്നിവിടെ കാണുമോ? ഇല്ല. ഇവിടെ നിന്നാൽ തലയ്ക്ക് വെളിവില്ലാതെ ഒരു മൂർഖൻ കയറി വരും. എന്റെ മോനായതുകൊണ്ട് അവനോട് എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരും. ഞാൻ അവന് നല്ലൊരച്ഛനായിരുന്നു. എന്നാൽ എന്റെ കൊച്ചുമക്കൾക്ക് അവൻ നല്ലൊരച്ഛൻ അല്ല.
അപ്പൂപ്പൻ പോട്ടെ മക്കളെ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു പോവുകയാണ് വിജയകുമാറിന്റെ അച്ഛൻ. പിന്നീട് കാണിക്കുന്നത് രാത്രി ദീപയെ ഫോൺ വിളിക്കുകയാണ് ജയലാൽ. ആ ജയേട്ടാന്നും പറഞ്ഞ് ദീപ ഫോൺ എടുക്കുമ്പോൾ ജയലാൽ ചോദിക്കുകയാണ്, ആ വിളി മാറ്റാറായില്ലേ? ലാലേട്ടാന്ന് കേൾക്കാനാണ് സുഖമെന്ന് ഞാനെന്ന് പറഞ്ഞിരുന്നല്ലോ. സോറി ഏട്ടോ എന്ന് ദീപ പറയുമ്പോൾ ജയലാൽ പറയുകയാണ്, സോറി ഒന്നും പറയണ്ട, ഇനി വിളിക്കുമ്പോൾ ഓർത്താൽ മതി. ഡോക്ടർ A to Z കാര്യങ്ങൾ ദീപയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അടക്കവും ഒതുക്കവുമുള്ള കുട്ടിയാണെന്ന്. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് ആ സ്വഭാവം ചേർന്നതല്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അടക്കവും ഒതുക്കവും ഒക്കെ വേണം, പക്ഷെ ഓവറാകരുത്. ദീപ ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോൾ ഹലോ ഹലോ എന്ന് വിളിക്കുകയാണ് ജയലാൽ. ആ കേൾക്കുന്നുണ്ടെന്ന് ദീപ പറയുമ്പോൾ ജയലാൽ ചോദിക്കുകയാണ്, നാളെ ഒന്ന് പുറത്തോട്ടിറങ്ങുമോ? അത് പിന്നേന്ന് ദീപ പറയുമ്പോൾ ജയലാൽ പറയുകയാണ്, എനിക്കൊന്ന് കാണണമെന്നുണ്ട്. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഞാൻ ആ സംഭവത്തിന് ശേഷം പുറത്തിറങ്ങിയിട്ടില്ല. ജയലാൽ ചോദിക്കുകയാണ്, ആര് പറഞ്ഞു പുറത്തിറങ്ങിയിട്ടില്ലാന്ന്? അതിനുശേഷം കോളേജിൽ പോയില്ലേ? അനിയത്തിയെ പോലെ തന്റെ ഇടം കാണിച്ചില്ല, അതുകൊണ്ടാണ് വീട്ടിനകത്ത് തന്നെ വീണ്ടും ഇരിക്കേണ്ടി വന്നത്. എന്റെ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടി പുറം ലോകം കാണണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് നാളെ പുറത്തേക്കിറങ്ങാൻ പറഞ്ഞത്. എവിടെയാ വരേണ്ടത്? ധൈര്യത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങുമെങ്കിൽ വരേണ്ട സ്ഥലമൊക്കെ നാളെ ഞാൻ വിളിച്ചു പറയാം. കല്യാണത്തിന് മുൻപ് കുറച്ച് ഇന്റിമസിയൊക്കെ നല്ലതാണ്. നാളെ ഞാൻ ഫ്രീ ആണ്, ഒരു ഹാഫ് ഡേ നിന്റെ കൂടെ ചിലവഴിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും നിരാശപ്പെടുത്തരുത്, കെട്ടാൻ പോകുന്ന പയ്യനോടൊപ്പമല്ലേ പുറത്തേക്ക് പോകുന്നത്. പിന്നെ ആരെന്ത് പറഞ്ഞാലും ദീപയ്ക്ക് എന്താ? ചിരി വരുത്തി ദീപ പറയുകയാണ്, ശരി ഞാൻ വരാം. അത് കേട്ട് ജയലാൽ പറയുകയാണ്, ഹോ സമാധാനമായി. എന്നാ പിന്നെ ഞാൻ ദീപയെ ഓർത്ത് കിടക്കട്ടെ. ഉള്ളത് തുറന്നു പറയാൻ എന്തിനാ മടി കാണിക്കുന്നത്? പെണ്ണ് കാണൽ ചടങ്ങിന് ശേഷം ഞാനൊരു സ്വപ്നലോകത്താണ്. എന്നാ പിന്നെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് രണ്ടുപേരും. അതിനുശേഷം ദിയയുടെ മുറിയിലേക്ക് എത്തുകയാണ് ദീപ. ദിയ ചോദിക്കുകയാണ്, എന്തു പറ്റി? അത് ലാലേട്ടൻ വിളിച്ചിരുന്നു, എന്നിട്ട് നാളെ ഒന്ന് പുറത്തോട്ട് ചെല്ലണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെന്താ, അതൊരു നല്ല കാര്യമല്ലേ? കെട്ടാൻ പോകുന്ന പെണ്ണിനെ വിശദമായിട്ട് പരിചയപ്പെടാനായിരിക്കും വിളിക്കുന്നത്. അതായിരിക്കും, വീടിനകത്ത് മാത്രം ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്നത് ശരിയല്ലെന്നും പറഞ്ഞു. ആ പറഞ്ഞത് വളരെ ശരിയാണ്. ചേച്ചിയുടെ ഇപ്പോഴത്തെ പോക്ക് ആർക്കും അങ്ങോട്ട് പിടിക്കുന്നില്ല. നാളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പുറത്തോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ജയേട്ടൻ കുടുങ്ങി പോകില്ലേ? അന്നേരം അവിടേക്ക് വന്ന ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, എന്താ ഇവിടെ? ദിയ പറയുകയാണ്, ഇവിടെ ഒരാളുടെ ഭർത്താവാൻ പോകുന്ന ആള് വിളിച്ചിരുന്നോ? നാളെ ഒന്ന് പുറത്തു വെച്ച് കാണണമെന്ന് പറഞ്ഞു. അതിപ്പോ ഇദ്ദേഹത്തിനൊരു ഭയം. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, എന്തിനാ മോളെ ഭയക്കുന്നത്? ഡോക്ടർ ഇക്ബാല് ജയലാലിനെ പറ്റി എല്ലാം പറഞ്ഞിട്ടുണ്ട്. നല്ല പയ്യനാണ്, ഒരു ദുശീലവുമില്ലാത്ത കൂട്ടത്തിലാണ്. അങ്ങനെയുള്ള ഒരാൾ വിളിക്കുമ്പോൾ ധൈര്യമായിട്ട് പോകാം. എന്തെങ്കിലും സംസാരിക്കാനായിരിക്കും വിളിക്കുന്നത്. ചിരിച്ചുകൊണ്ട് ദിയ പറയുകയാണ്, ചിലപ്പോൾ പ്രേമിക്കാനായിരിക്കും. അത് കേട്ടൊന്ന് അന്തം വിട്ട് ദീപ അമ്മയെ നോക്കുകയാണ്. ഭാഗ്യലക്ഷ്മി ദിയയോട് പറയുകയാണ്, അവര് കല്യാണം കഴിക്കാൻ പോകുമല്ലേ? ദിയ ചോദിക്കുകയാണ്, കല്യാണം കഴിക്കാൻ പോകുന്നവർ തമ്മിൽ പ്രേമിച്ചുകൂടെ? ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ഡോക്ടർ ഇക്ബാൽ മോളുടെ അവസ്ഥയൊക്കെ ജയലാലിനോട് പറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയായിരിക്കും ആ പയ്യൻ മോളോട് പുറത്തേക്ക് ചെല്ലാൻ പറയുന്നത്. നാളെ മോളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആളാണ്. അയാൾക്ക് മോൾക്കുണ്ടായ ചതിയൊന്നും പ്രശ്നമല്ലെങ്കിൽ പിന്നെ മോൾക്ക് എന്താ പ്രശ്നം? ദിയ പറയുകയാണ്, അത് സത്യമാണ് ചേച്ചി. ചേച്ചിക്കുണ്ടായ പോലുള്ള പ്രശ്നങ്ങൾ വേറെ പെൺകുട്ടികൾക്കുണ്ടായാൽ അവർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് വിവാഹത്തെ ആയിരിക്കും. ചീത്തപ്പേര് കൽപ്പിച്ച പെൺകുട്ടികൾക്ക് നല്ല ബന്ധങ്ങൾ കിട്ടാറില്ല. എന്നാൽ എന്റെ ചേച്ചിയുടെ ഭാഗത്ത് ന്യായമുള്ളത് കൊണ്ട് അതിനെയെല്ലാം അതിജീവിച്ച് ചേച്ചിക്ക് മുന്നോട്ട് പോകാം. അതിനുള്ള സാഹചര്യമാണ് വന്നിരിക്കുന്നത്, അത് മുതലാക്കുകയാണ് വേണ്ടത്. ഭാഗ്യലക്ഷ്മിയും ദിയയും ദീപയ്ക്ക് പോകാനുള്ള ധൈര്യം കൊടുക്കുകയാണ്. ദീപ പോയ ശേഷം ദിയ പറയുകയാണ്, ഇപ്പോഴും ചേച്ചിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാണ്. അത് കേട്ട് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ജയലാൽ സ്മാർട്ടാണ്, അതുകൊണ്ട് കല്യാണശേഷം മോളുടെ സ്വഭാവത്തിനൊക്കെ മാറ്റം വരും. അമ്മായിയമ്മയും മറ്റു ബന്ധുക്കളും ഒന്നും കണ്ടിട്ടില്ല, അവരൊക്കെ ഇനി എങ്ങനെയാണോ എന്തോ. പിന്നീട് ജയലാൽ കാത്തു നിൽക്കുന്ന സ്ഥലത്തേക്ക് ദീപയെ കൊണ്ടെത്തിക്കുകയാണ് ദിയ. ജയലാലിനെ കണ്ട് സ്കൂട്ടിയിൽ നിന്നും ഇറങ്ങുകയാണ് ദീപ. ദിയ പറയുകയാണ്, ലാലേട്ടൻ വിളിച്ചപ്പോൾ എല്ലാവരോടും അഭിപ്രായം ചോദിച്ചിട്ടാണ് ചേച്ചി പുറത്തേക്ക് ഇറങ്ങിയത്. ഡോക്ടർ ഇക്ബാൽ പറഞ്ഞു അധികം പുറത്തേക്കൊന്നും ഇറങ്ങില്ലാന്ന്. ഇനിയിപ്പോ ഞങ്ങൾ കാറിൽ പോകുമ്പോൾ പുറകെ സ്കൂട്ടറിൽ ഫോളോ ചെയ്തു വരാനാണോ പരിപാടി? ഞാൻ അതിനൊന്നുമില്ല, ചേച്ചി എവിടെ കൊണ്ടുവിടാൻ പറഞ്ഞു, ഒരു ധൈര്യത്തിന്. അതോടെ എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ദീപ ചോദിക്കുകയാണ്, എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? അങ്ങനെയൊന്നുമില്ല, അന്ന് വീട്ടിൽ വന്ന് കണ്ടപ്പോൾ കുറച്ചു സമയമല്ലേ സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. കുറച്ചുകൂടെ പരസ്പരം അറിയണമെന്ന് തോന്നി. അത് വേണമെന്ന് ഡോക്ടറും പറഞ്ഞു. അല്ല, കോളേജിലേക്ക് എന്തായാലും പോകുന്നില്ലല്ലോ, അപ്പൊ പിന്നെ ഫ്രീ ആണല്ലോ. ദിയ പറയുകയാണ്, ചേച്ചി ഒന്ന് വെളിച്ചം കാണണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം.
അമ്മയും ഞാനുമൊക്കെ അതിന് പൂർണ്ണ സപ്പോർട്ടാണ്. എന്നിട്ട് ദീപയോട് ചോദിക്കുകയാണ്, എന്നാ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ? അത് പിന്നേന്ന് ദീപ പറയുമ്പോൾ ജയലാൽ ചോദിക്കുകയാണ്, അനിയത്തി പോയാൽ ചേച്ചിക്ക് പേടിയാകുമോ? അത് കേട്ട് ചിരിച്ച് ദിയ പറയുകയാണ്, കുറച്ച് പേടിയാകട്ടെന്നേ. അത്രയും പറഞ്ഞ് വണ്ടി എടുത്തു പോവുകയാണ് ദിയ. ജയലാൽ പറയുകയാണ്, എന്നെ കുറച്ചെങ്കിലും മനസ്സിലായെങ്കിൽ കേറാം. കാറിൽ കയറിയ ശേഷം ജയലാൽ ചോദിക്കുകയാണ്, ഡോക്ടർ ഇക്ബാലിനെ എത്ര കാലമായിട്ട് അറിയാം? ഞങ്ങൾക്ക് ഓർമ്മയായ കാലം മുതൽ. ജയലാൽ പറയുകയാണ്, അദ്ദേഹത്തെ വിശ്വാസമല്ലേ? അദ്ദേഹത്തോട് ചോദിക്കാം, എനിക്കൊപ്പം വിവാഹത്തിന് മുമ്പ് യാത്ര ചെയ്യുന്നത് ശരിയാണോന്ന്. അമ്മ ഡോക്ടറെ വിളിച്ചില്ലേ? ദീപ പറയുകയാണ്, എന്തോ അറിയില്ല. ഓക്കെ, ദീപയുടെ അമ്മ വിളിച്ച് എന്നെ കുറിച്ച് എല്ലാം അന്വേഷിച്ചു കാണും. അതാണ് കുറച്ചൊക്കെ സ്ട്രിക്റ്റ് ആയ അമ്മ എനിക്കൊപ്പം വരുന്നത് എതിർക്കാതിരുന്നത്. എന്നാൽ നമുക്ക് പാർക്കിലോട്ട് പോകാം. ദീപ ചോദിക്കുകയാണ്, അയ്യോ, അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ ഉണ്ടാകില്ലേ? അതിനാണല്ലോ പാർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൾക്കാരും വന്നില്ലെങ്കിൽ പിന്നെ അത് പൂട്ടിപ്പോകില്ലേ? ഈ സമയങ്ങളിൽ ആൾക്കാർ കുറവായിരിക്കും. വൈകുന്നേരങ്ങളിലായിരിക്കും ആൾക്കാർ കൂടുതൽ. 1-2 മണിക്കൂർ, അതിനുശേഷം തിരിച്ചങ്ങ് കൊണ്ടുവിടാം. ഇന്ന് എന്നോടൊപ്പം വന്നാൽ പിന്നെ ഇനി വരണമോ വരണ്ടയോ എന്ന് പിന്നീട് ആരുടെയും അഭിപ്രായം തേടി ദീപയ്ക്ക് പോകേണ്ടി വരില്ല. ഡോക്ടർ പറഞ്ഞതിനേക്കാളും പാവമാണ് ദീപ. അത് ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ എനിക്ക് മനസ്സിലായി. കുറച്ചുകൂടെ ആളൊന്ന് മെച്ചപ്പെട്ടോട്ടെ എന്ന് കരുതിയാണ് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞത്. ഭയമൊന്നും വേണ്ട, വിവാഹം എന്തായാലും ചിങ്ങത്തിൽ നടത്തേണ്ടി വരും. വളരെ കുറച്ചു ദിവസമേ ഉള്ളൂ ഇനി നമുക്ക് മുന്നിൽ. അതിനു മുമ്പ് ഒരു ടെൻഷനും കൂടാതെ കടന്നു വരാൻ നമ്മുടെ ഈ കൂടിക്കാഴ്ച സഹായിക്കും. പോകാം എന്ന് പറയുകയാണ് ജയലാൽ. ദീപ ചിരിക്കുമ്പോൾ ജയലാൽ ചോദിക്കുകയാണ്, പോകാമെന്നോ വേണ്ടെന്നോ? ലാലേട്ടന്റെ ഇഷ്ടമെന്ന് പറയുകയാണ് ദീപ. ദീപയ്ക്ക് സ്വന്തമായി ഒരിഷ്ടവുമില്ലേ? അന്നേരം ദീപ പറയുകയാണ്, പോകാം. അങ്ങനെ വഴിക്ക് വാന്നും പറഞ്ഞ് വണ്ടി എടുക്കുകയാണ് ജയലാൽ. പിന്നീട് പാർക്കിലൂടെ നടക്കുകയാണ് രണ്ടുപേരും. ദീപ ആകെ ടെൻഷൻ അടിച്ചാണ് നടക്കുന്നത്. അത് കണ്ട് ജയലാൽ ചോദിക്കുകയാണ്, ദീപയ്ക്ക് എന്താ ഇത്രയും ഭയം? ആകെ ചൂളിയാണല്ലോ നടക്കുന്നത്. തന്റെ ഇടത്തോടുകൂടി നടന്നൂടെ? അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്നത് ശരിയല്ല. നമ്മൾ അകത്ത് തളയ്ക്കപ്പെട്ടു പോയാൽ പിന്നീട് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. അന്നേരം അതുവഴി ബൈക്കിൽ കടന്നുപോയ രണ്ടുപേർ ശ്രദ്ധിക്കുകയാണ്, ഇതല്ലേടാ മറ്റേ പെണ്ണ്? ഏതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുകയാണ്, ഇതല്ലേ മറ്റേത്, ആ ഫോട്ടോ സോഷ്യൽ മീഡിയ. ആ നോക്കാന്നും പറഞ്ഞ് വണ്ടി തിരിച്ച് അവരുടെ അടുത്തേക്ക് വരികയാണ് അവർ. വണ്ടി അവരുടെ കുറുകെ കൊണ്ട് നിർത്തിയിട്ട് അവർ പറയുകയാണ്, ഇത് അവര് തന്നെ അളിയാ. അവരുടെ സംസാരം കേട്ട് ദേഷ്യപ്പെട്ട് ജയലാൽ ചോദിക്കുകയാണ്, ഇവൾ ആരായ നിനക്കെന്താ? ഇവൾ ആരുടെ ഒപ്പം കറങ്ങുന്നെന്ന് ചോദിക്കാൻ ഇവൾ നിന്റെ പെങ്ങളൊന്നും അല്ലല്ലോ. എന്തിനാ ചേട്ടാ ചൂടാകുന്നത്? ചേട്ടനുമായിട്ടുള്ള കറങ്ങം കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രീ ആണ്. അന്നേരം അവരുടെ ഉടുപ്പിന് പിടിക്കുകയാണ് ജയലാൽ. ദേഷ്യപ്പെട്ട് ജയലാൽ വീണ്ടും ചോദിക്കുകയാണ്, എന്താടാ നിന്റെയൊക്കെ പ്രശ്നം? ഒരു പെൺകുട്ടിക്ക് അവള് പോലും അറിയാതെ എന്തെങ്കിലും മാനക്കേടുണ്ടായാൽ പിന്നെ കഥകടച്ചിരിക്കണമെന്നാണോ നിന്റെയൊക്കെ അഭിപ്രായം? ജയലാലിന്റെ കൈ പിടിച്ചു മാറ്റിയിട്ട് അയാൾ പറയുകയാണ്, ചേട്ടൻ വിട് ചേട്ടാ. ജയലാൽ പറയുകയാണ്, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് ഇവൾ. അതുകൊണ്ട് തന്നെ നിന്നെ പോലുള്ള വായി നോക്കികൾ ഞങ്ങൾ മാന്യമായിട്ട് നടന്നു വരുമ്പോൾ ഇങ്ങനെയുള്ള സംസാരമുണ്ടായാൽ പിന്നെ സംസാരമൊന്നും ഉണ്ടാകില്ല. മേല് നൊന്നിട്ട് നീയൊക്കെ പോകത്തുള്ളൂ. വേണ്ട ജയേട്ടാ എന്നൊക്കെ ദീപ പറയുന്നുണ്ട്. ചേട്ടൻ വെറുതെ ഇവളോടൊപ്പം നടന്നിട്ട് മാന്യമായിട്ട് സംസാരിക്കാൻ നോക്കണ്ട. മൊബൈൽ തുറന്നു നോക്കിയാൽ കാണാം ഇവളുടെ സ്വഭാവം എന്താണെന്ന്. വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് പോലും. ഇന്ന് ഇവളെ തിരികെ കൊണ്ടുവിടുന്ന സമയം വരെ കാണോ ഈ ബന്ധം? അന്നേരം ദേഷ്യപ്പെട്ട് ജയലാൽ പറയുകയാണ്, നീ അഡ്രസ് താടാ, കല്യാണക്കുറി വീട്ടിൽ അയച്ചു തരാം. താലികെട്ട് കണ്ട് സദ്യ കഴിച്ചിട്ട് നീയൊക്കെ പോയാൽ മതി. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.